ഇറാന്റെ ആണവ പദ്ധതി വർഷങ്ങളായി ലോകത്തിന്റെ ആശങ്കയാണ്. പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിലെ അതിന്റെ സ്വാധീനം കണക്കിലെടുക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുമായി തുർക്കിയിൽ വെച്ച് നടക്കുന്ന പുതിയ ചർച്ചകൾ ഈ നിർണായക വിഷയത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നു. ജൂണിൽ ഇസ്രയേലുമായി നടന്ന 12 ദിവസത്തെ സംഘർഷത്തിന് ശേഷമുള്ള ഈ കൂടിക്കാഴ്ചകൾ മേഖലയിലെ സമാധാന ശ്രമങ്ങളിൽ ഒരു വഴിത്തിരിവായേക്കാം. ഈ ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒന്നാമതായി, ഇസ്രയേലുമായി അടുത്തിടെ നടന്ന സൈനിക ഏറ്റുമുട്ടലിന് ശേഷമുള്ള ഇറാന്റെ ആദ്യത്തെ പ്രധാന നയതന്ത്ര നീക്കമാണിത്. ഇത് മേഖലയിലെ സംഘർഷങ്ങൾ കുറയ്ക്കാനും സ്ഥിരത ഉറപ്പാക്കാനും സഹായിക്കും. രണ്ടാമതായി, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ആഗോള ആശങ്കകൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയുക എന്നതാണ് ഇതിലെ മുഖ്യ അജണ്ട. കൂടാതെ അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളും ചർച്ചാ വിഷയമാണ്. ഇത് മേഖലയിലെ സുരക്ഷാ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. യൂറോപ്പിലെ E3 രാജ്യങ്ങളായ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നിവ ഈ ചർച്ചകളിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്.